ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജോബ് കാർഡ് പറഞ്ഞാണ് അവർക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതേപോലെ ഫ്രണ്ടിലത്തെ ആം കവർ സെറ്റ് ചെയ്യണം, വൈബ്രേഷൻ സൗണ്ട്, അങ്ങനെയാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പം നിലവിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയത് ചില സമയങ്ങളിലാണ് കംപ്ലയിൻറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കി നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, വൈബ്രേഷൻ സൗണ്ടിൻ്റെ കേസാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് സൈഡിൽ നിന്നൊരു സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ബെൻഡെക്സിൻ്റെ സൈഡിൽ തന്നെ ഒരു കപ്പ് നമ്മൾ ടച്ച് ആയിക്കൊണ്ടിരിക്കും, ഈ വീലുമ്പോൾ ടച്ച് ആവുന്ന ഒരു സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം അത് ടച്ച് ആവാന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് മാറുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. തൽക്കാലത്തേക്ക് നമുക്ക് ആ കപ്പ് ഇവിടെ പൊട്ടിയിരിക്കുന്ന കപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് പെട്രോൾ ഫ്യൂവൽ ലൈനിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ഇലക്ട്രിക്കലാണ് പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു സാധ്യത തോന്നിയത് CDIയുടെ ഇവിടെ വന്നൊരു ഇതാണ്. ഇതിപ്പോൾ ഞാൻ ഈ സോക്കറ്റുകൾ മാറ്റി പുതിയ സോക്കറ്റുകൾ ആക്കിയേക്കണതാണ്. ഇതതിൻ്റെ പഴയ സോക്കറ്റുകളാണ്. അതിൻ്റെ ഓരോ ഭാഗം നോക്കുമ്പോൾ ചിലത് ഇങ്ങനെ ക്ലാവ് പിടിച്ച് ദ്രവിച്ചൊരവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ട് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ആകെ കൂടി ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കിവിടെ തോന്നിയത്. പിന്നെ വയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, പ്രത്യക്ഷത്തിലൊരു കംപ്ലയിൻറ്റ് പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് നമുക്കത് എന്തിൻ്റെ കംപ്ലയിൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ കാണിച്ചൊരു പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒന്ന് ഗ്രീഷ് സ്വിച്ച് തുടങ്ങി വരാം, പക്ഷേ സ്വിച്ചൊക്കെ ഇതുമ്പോൾ ഇരിക്കുന്നത് പുതിയതാണ്. പിന്നെ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, കോയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, സ്റ്റാർട്ടർ കോയിലിൻ്റെ കംപ്ലയിൻറ്റ്, പല റീസണാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു കാരണങ്ങൾ പലതാണ്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് CDI എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് പോകുന്ന സോക്കറ്റിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയത്തെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് 100% ആ കംപ്ലയിൻറ്റ് മാറി എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം വെച്ചാൽ ആ കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല, ആ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കറക്റ്റ് കിട്ടിയിട്ട് ഏത് പാർട്സിൻ്റെയാണ് ഡാമേജ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാലാണ് നമുക്ക് അതിപ്പോൾ കംപ്ലയിൻറ്റ് മാറിയിട്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലല്ല നമ്മുടെ വണ്ടി. അപ്പോൾ കാണിച്ച പ്രോബ്ലം ഞാനിപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റട്ടോ. പ്രത്യക്ഷത്തിൽ ആ കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യണം, എന്നാലാണ് അത് ഏത് പാർട്സിൻ്റെ ഡാമേജാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് ദിവസം മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. അതിൻ്റെ നമുക്ക് പറ്റുന്ന ഒരു ചിലവ് എക്സ്പെൻസിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് ഞാൻ വൈകിട്ടത്തേക്ക് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം, അതിനുശേഷം ഉപയോഗിച്ചിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ സ്പോട്ടിൽ വന്ന് ജസ്റ്റ് നോക്കാം, സൈറ്റിൽ വന്ന് നോക്കാം. അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ.